നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. നെന്മണിക്കര പുലക്കാട്ടുകരയിൽ യുവാവിനെ നടു റോഡിലിട്ട് ലഹരി മാഫിയ ക്രൂരമായി മർദ്ദിച്ചു. പുലക്കാട്ടുകര ഓമ്പുള്ള വീട്ടിൽ ബിനുവിനെയാണ് 15ഓളം പേരടങ്ങുന്ന ലഹരി മാഫിയ സംഘം മർദ്ദിച്ചത്. തീരദേശത്ത് നിരവധി വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. കോതപ്പറമ്പ് പുതുവീട്ടിൽ മനാഫിനെയാണ് പിടികൂടിയത്. മാള 12ാം വാർഡിൽ അജൈവ മാലിന്യ ശേഖരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മ. മാള ബ്ലോക്ക് മെമ്പർ A. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നെന്മണിക്കര പുലക്കാട്ടുകരയിൽ യുവാവിനെ നടു റോഡിലിട്ട് ലഹരി മാഫിയ ക്രൂരമായി മർദ്ദിച്ചു. പുലക്കാട്ടുകര 4 സെന്റ് കോളനിയിലെ ഓമ്പുള്ളി വീട്ടിൽ 35 വയസ്സുള്ള ബിനുവിനെയാണ് 15ഓളം പേരടങ്ങുന്ന ലഹരി മാഫിയ സംഘം മർദ്ദിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. കല്ലുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ബിനുവിനെ കൂട്ടമായി മർദ്ദിക്കുകയായിരുന്നു. നിലത്ത് വീണ് ബോധരഹിതനായ ഇയാളെ സംഘം നെഞ്ചത്തും മുഖത്തും ചവിട്ടുകയായിരുന്നു. ഭാര്യയും മക്കളും ഓടിയെത്തിയപ്പോഴേക്കും ബൈക്കുകളിലെത്തിയ സംഘം രക്ഷപ്പെടുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്തവരും സംഘത്തിലുണ്ടായിരുന്നതായി പറയുന്നു. പനയമ്പാടം കോനിക്കര പ്രദേശത്തിൽ ഉള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. പരിക്കേറ്റ ബിനു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ മതിലകം കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ തീരദേശത്ത് നിരവധി വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് പുതുവീട്ടിൽ മനാഫിനെയാണ് മതിലകം SI-മാരായ സുനിൽ പ്രദീപ്, CR മുഹമ്മദ് റാഫി, SCPO-മാരായ ലിജു ഇയാനി ഷിഹാബ്, ബിജു, MV മാനുവൽ, CPO നിഷാന്ത് എന്നിവർ ചേർന്ന് പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആല എന്ന സ്ഥലത്ത് സരോജിനിയുടെ വീട് കുത്തിപ്പൊളിച്ചു നടത്തിയ മോഷണത്തിന്റെ അന്വേഷണത്തിന്റെ ഇടയിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. മാള ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ അജൈവ മാലിന്യ ശേഖരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മ യോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് മെമ്പർ A. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വലിയ പറമ്പിൽ MCF സ്ഥാപിക്കണമെന്നുള്ള തീരുമാനവുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഈ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്. ഒരുപാട് നാളുകളായിട്ട് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം ഒരു കാര്യം സംസാരിക്കുമ്പോൾ പക്വതയോടുകൂടി സംസാരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളുടെ സമരമുഖങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട്, അതിനെ പല്ലിടിച്ച് കാണിച്ചുകൊണ്ട്, ആ സമരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഇതിവിടെ സ്ഥാപിക്കും എന്ന് പറയുവാൻ പാടില്ല. പരിശോധിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആരെതിർത്താലും ഇത് കൊണ്ടുവരും എന്ന് പറയുന്ന ദാർഢ്യം അതൊരിക്കലും ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയുന്ന ഒന്നല്ല. AC ചന്ദ്രൻ അധ്യക്ഷനായി. ജനകീയ കൂട്ടായ്മ സെക്രട്ടറി ബിനോയ് അദിയാരത്ത്, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയകുമാർ, BJP മണ്ഡലം സെക്രട്ടറി AR അനിൽകുമാർ, മുൻ പഞ്ചായത്ത് മെമ്പർ ജോഷി കാഞ്ഞുത്തറ, ഹോളി ഗ്രേസ് വൈസ് ചെയർമാൻ ജെയിംസ് മാളിയക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി സജി, ജിയോ, വെൽഫെയർ പാർട്ടി പ്രതിനിധി ജാഫർ കമ്മലയിൽ, സീന സജീവൻ, അശ്വൻ ഡിങ്കൻ എന്നിവർ സംസാരിച്ചു. സമൂഹ നന്മയും സേവന താൽപര്യവും ഉണർത്തുന്നതാകണം വിദ്യാഭ്യാസമെന്ന് അഡ്വക്കേറ്റ് BR സുനിൽകുമാർ MLA അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തദിന NSS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും പുതിയ കുട്ടികളായിട്ട് വളരുക എന്നുള്ളത് സമൂഹത്തെയും നാടിനെയും നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ. 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയൊരു അറിവ് സമ്പാദിക്കുന്നവരും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി തന്നെ പോകുന്ന നല്ല വ്യക്തികളായിട്ട് മാറ്റപ്പെടുന്ന ഒരു വേദിയായിട്ടാണ് ഈ ക്യാമ്പിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 7 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും പോകണോ എന്ന് ചോദിച്ചാൽ പോണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും. അതാണ് ഈ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്നത്. നമ്മളെല്ലാവരും കൂടി ഒത്തുചേരുകയും വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ തന്നെ പഠിക്കുകയും അത് മറ്റ് സമൂഹത്തിലേക്ക് പകർന്നു നൽകുകയും അങ്ങനെ ആ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള നല്ലൊരു ശ്രമമാണ് ഈ ക്യാമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും.
വിവിധ തട്ടുകളിലുള്ള സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊള്ളുന്നത്. വിവിധ സമൂഹത്തിൽ വിവിധ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ തന്നെ കടന്നു വരുന്നൊരു സാഹചര്യങ്ങളെ കുറിച്ച് അറിയുക, പ്രതിരോധിക്കുക. വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് പദ്ധതി പ്രവർത്തനങ്ങളുമായി ആനാപ്പുഴ, കോട്ട പ്രദേശങ്ങളിൽ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെയാണ് സപ്തദിന ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ. JTS വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ അധ്യക്ഷനായി. NSS പ്രോഗ്രാം ഓഫീസർ KB ബിനു പദ്ധതി വിശദീകരണം നടത്തി. പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ഫിലോ KR, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ കൊടിയിറങ്ങി. തുടർന്ന് ഇരു ക്ഷേത്രങ്ങളിലെയും ആറാട്ടിനെഴുന്നള്ളത്ത്, ആറാട്ട്, കൊടിക്കൽപ്പറ എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. കൊടകര പൂത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് കൊടിയേറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്തുമന ദേവേശൻ നമ്പൂതിരി, മേൽശാന്തി ഹരികൃഷ്ണൻ സ്വാമി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ രാമൻ നായർ, ഉണ്ണികൃഷ്ണൻ അടാട്ട്, ടി ശിവൻ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സതീശൻ തലപ്പുരത്ത്, സദാശിവൻ കുറുവത്ത്, ജീനീജ് പ്രസന്നൻ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 24-നാണ് താലപ്പൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. നെന്മണിക്കര പുലക്കാട്ടുകരയിൽ യുവാവിനെ നടു റോഡിലിട്ട് ലഹരി മാഫിയ ക്രൂരമായി മർദ്ദിച്ചു. പുലക്കാട്ടുകര ഓമ്പുള്ള വീട്ടിൽ ബിനുവിനെയാണ് 15ഓളം പേരടങ്ങുന്ന ലഹരി മാഫിയ സംഘം മർദ്ദിച്ചത്. തീരദേശത്ത് നിരവധി വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. കോതപ്പറമ്പ് പുതുവീട്ടിൽ മനാഫിനെയാണ് പിടികൂടിയത്. മാള 12-ാം വാർഡിൽ അജൈവ മാലിന്യ ശേഖരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മ. മാള ബ്ലോക്ക് മെമ്പർ A. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.